പ്രൊപ്പോർഷൻസിനെ പറ്റി പഠിക്കാം. പ്രൊപ്പോർഷൻസ് പല ടൈപ്സ് ഉണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ A:B = C:D. ഈ 4 കുത്തിനെ നമ്മൾ എന്തോന്നാണ് ഈക്വൽ ടു എന്നാണ് പറയുന്നത്, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം A/B = C/D എന്നല്ലേ നമ്മൾ നോർമലി പറയുന്നത്. സോ ആദ്യം നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ മീൻ പ്രൊപ്പോർഷൻ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എയും ബിയും മാത്രമേ കാണുള്ളൂ എന്ന് പറയുമ്പം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. A:(X) X:(B). അത് നമുക്ക് A/X = X/B എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തോന്ന് എടുക്കാം, X²/AB എന്ന് പറഞ്ഞാൽ X = A√AB. സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. മീൻ പ്രൊപ്പോർഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ √AB ചെയ്ത് ആൻസർ എടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നേരെ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അല്ലാതെ ചെയ്യേണ്ടതെന്ന് പറയുമ്പം തേർഡ് പ്രൊപ്പോർഷൻ അതും എയും ബിയും ആയിരിക്കും. സോ അതിനും ഒരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പിന്നീട് നമ്മൾ പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് ഇത് വന്നതെന്ന്. A:(B) = B:(X) ആണ്. അപ്പോൾ A/B = B/X എന്ന് പറയുമ്പോൾ X = B²/A. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. X = B²/A. നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇതെല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുക. SS കാറ്റിനല്ല, ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കും. കാറ്റിന് നമുക്കിങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല, പക്ഷേ നമ്മളുടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആണ്. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, X = B²/A ആണ് തേർഡ് പ്രൊപ്പോർഷൻ എന്ന്, അല്ലെങ്കിൽ B:(A) = B:(X) ആണ് തേർഡ് പ്രൊപ്പോർഷൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത നമുക്ക് ഫോർത്ത് പ്രൊപ്പോർഷൻ പഠിക്കാം. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പം എയും ബിയും സിയും വരും. അങ്ങനെ പറഞ്ഞെടുത്ത് നമുക്കൊരു ഫോർമുല A:(B) = C:(X) എന്നെടുക്കാൻ. A:(B) = C:(X). നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ. സോ X = അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? A/B = C/X. അപ്പോൾ X എന്ന് പറയുന്നത് C/B/A ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമ്മൾ എന്തോ ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തോ BC/A എന്ന് നമ്മൾ കണ്ടുപിടിക്കും. മനസ്സിലായ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ദി മീൻ പ്രൊപ്പോർഷൻ ഓഫ് 4 and 16. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അറിഞ്ഞുകൂടാത്ത ആളുകൾ ചെയ്യൂല. സോ നമുക്ക് മീൻ പ്രൊപ്പോർഷൻ എന്താണെന്ന് അറിയാമല്ല. നമ്മുടെ ഇക്വേഷൻ എന്താണ്? X √AB ആണ്. സോ നമ്മളെ A എന്തോന്നാണ്? A4ഉം B16ഉം 4 × 16. അപ്പോൾ നമ്മൾ നേരെ നോക്കണം, 4 എന്തോന്നിൻ്റെ √4 എന്തോന്നാണ്? 2. √14 എന്തോന്നാണ്? 16 എന്തോന്നാണ്? 4. സോ 2 × 4 8 എന്ന് നമുക്ക് എഴുതാം. ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റൂട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ല, നേരെ ഡയറക്റ്റ്ലി ചെയ്യാം. എങ്കിൽ നിങ്ങൾ എനിക്ക് ഫൈൻഡ് ദി മീൻ പ്രൊപ്പോർഷൻ ഓഫ് 8 and 12. ഇതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ എനിക്ക് പറഞ്ഞു തരേണ്ടതാണ് കമൻറ്റ് ബോക്സിൽ. വാട്ട് ഈസ് ദി തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 16 and 48? ഇത് SSC GDയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറിഞ്ഞുകൂടാത്ത ആളുകൾ വിട്ടിട്ട് പോകും. നമ്മൾ പെട്ടെന്ന് എങ്ങനെ എഴുതും? നമ്മൾ ഫോർമുല X = B²/A എന്ന് എഴുതും. അപ്പം B² എന്ന് നമ്മളെ A ഇതും B ഇതും. അപ്പോൾ A = 16ഉം B = 48ഉം എടുക്കുകയാണ്. അപ്പം 48 × 48 / 16. അപ്പോൾ നമുക്ക് ഇതും വെട്ടിക്കളയാല, 3ൽ പോകൂലേ? അപ്പോൾ നമ്മൾ നേരെ ഓപ്ഷൻസ് കാണും, ഓപ്ഷൻസ് നേരെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താണ് 120 ന്ന് 24. അപ്പോൾ എത്ര? 144 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ 48 × 3 ചെയ്യുമ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ 40 + 8 × 3. അപ്പോൾ 3 × 40 എന്ന് പറയുമ്പോൾ 120. 3 × 8 എന്ന് പറയുന്നത് 24. സോ 144 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത്. ഇത്ര എളുപ്പം, എത്ര മിനിറ്റ് കൊണ്ട് എത്ര സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാമെന്നറിയാം. സോ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണ്. സോ നമ്മളടുത്ത് എന്തോന്നാണ് ചോദിച്ചിട്ടുള്ളത്? മീൻ പ്രൊപ്പോർഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മീൻ പ്രൊപ്പോർഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ X = √AB. അപ്പോൾ നമ്മളടുത്ത് കണ്ടുപിടിക്കേണ്ട 2.8 × 0.7. A എന്ന് പറയുന്നത് ഞാൻ 2.8 എന്നും B എന്ന് പറയുന്നത് ഞാൻ
0.7 എന്നും എടുത്തു. സോ ഇങ്ങനെ കണ്ടുപിടിക്കാൻ കുറേ ടൈം എടുക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. അപ്പം 28 ഇൻറ്റു 7 ഈ പോയിൻറ്റിന് ഞാൻ ഡിവൈഡഡ് ബൈ 10 എന്ന് എടുക്കുകയാണ് രണ്ടിനും. സോ നമുക്ക് ഇതിനെ 28 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 4 ഇൻറ്റു 7 എന്ന് എഴുതാം. ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10. സോ നമ്മൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. അപ്പം 7 ഇൻറ്റു 7ൻ്റെ റൂട്ട് എത്രയാണ്? 7 ആണ്. സോ 10 ഇൻറ്റു 10 10. സോ നമ്മൾ എങ്ങനെയാണ് റൂട്ട് എടുക്കുന്നത്? ഒരു പെയറിനായിരിക്കും നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ 3 ക്യൂബ് റൂട്ട് ആണെങ്കിൽ 3 വരെ, ഈ 3 വരെ എടുത്തിട്ടായിരിക്കും നമ്മൾ 7 എന്ന് എടുക്കുന്നത്. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് ആണ്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നതും തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണ്, ഫൈൻഡ് ദി ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 4, 12 and 20 എന്ന് വരാണ്. അപ്പോൾ നമുക്ക് 4നെ എ എന്ന് എടുക്കാം, 12നെ ബി എന്ന് എടുക്കാം, 20യെ സി എന്ന് എടുക്കാം. സോ നമ്മൾ ഫോർമുല എന്തോന്നാണ്? എക്സ് ഇസ് ഈക്വൽ ടു എ സി ബൈ എ എന്ന് എഴുതാം. സോ ഈ ബി എന്തോന്ന് 12, സി എന്തോന്ന് 20 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഈ 4ഉം 12ഉം വെട്ടിക്കളയില്ല, അപ്പം 360 ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായോ? സോ എങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തരണം. എൻ്റെ മീൻ ഫോർത്ത് പ്രൊപ്പോർഷൻ ഞാൻ 4, 9, ദെൻ എത്ര എടുക്കാം? നമുക്കൊരു 12 എടുക്കാം. സോ ഇത് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടുതരണ്ടേ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞു തരുന്നതാണ്. ജസ്റ്റ് ഫോർമുല എല്ലാം ഇട്ട് കൊടുത്താൽ മാത്രം മതി.